ഹായ് ഡിയേഴ്സ്. ഇപ്പം ഞങ്ങൾ ഇന്നൊരു ചെറിയ യാത്രയിലാണ്. ആൻറ്റിയും ചേച്ചിയും പിള്ളേരും ഒക്കെ ആയിട്ട് ഒന്ന് ഗുണ്ടൽപേട്ട പോവുകയാണ്. അപ്പോൾ അവർ കുറച്ച് ദിവസമായി പറയുന്നു പൂക്കളെല്ലാം കാണണമെന്ന്. അപ്പോൾ എനിക്ക് ഒഴിവ് കിട്ടിയപ്പോൾ ഇന്നിപ്പോൾ അവരെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. അപ്പോൾ പോകുന്ന വഴിക്ക് മരമൊക്കെ മുറിക്കുന്നുണ്ടായിരുന്നേ. വൈദ്യുതി ലൈനിന് ഭീഷണി നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്നുണ്ട്. ചില്ലകളെ മുറിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കർണാടക ബോർഡർ എത്തി. കർണാടക കാടാണ്. റോഡ് സൈഡിൽ കുറച്ച് കുരങ്ങന്മാരൊക്കെ കാണുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കാട് തീരുന്നത് വരെ ഫുള്ള് ഹമ്പുകളായിരിക്കും. ഇത് കാണുന്നുണ്ടോ, 200 മീറ്റർ ഇടവിട്ട് ഹമ്പായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളോട്ട് കയറി ഗോപാലപേട്ട സ്വാമി റോഡിൽ കയറിയിട്ടാണ് നമ്മൾ പൂക്കളൊക്കെ കണ്ടത്. അപ്പോൾ സൈഡിലുണ്ട്, പക്ഷേ അവിടെ ഇച്ചിരി ക്രൗഡായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളോട്ട് പോയി. അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നുമില്ല. കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അവിടുന്ന് കുറച്ചുകൂടി ചെല്ലുമ്പോൾ ഗോപാലപേട്ട സ്വാമി ടെമ്പിൾ ഉണ്ട്. അവിടെ ഒരു മലയ്ക്ക് മുകളിലാണ്. അറിയായിരിക്കും, അത് ഒരു പ്രശസ്തമായ സ്ഥലമാണ്. സൂര്യകാന്തിയൊക്കെ കുറച്ച് അപ്പുറയുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ റോഡ് വന്നാൽ മതി കേട്ടോ. അവിടെ ഒരുപാടുണ്ട്. നമ്മൾ ഹൈവേയിലും ഉണ്ട്, പക്ഷേ ഇവിടെ കുറച്ചുകൂടി നല്ല ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ, ചില സ്ഥലത്തൊക്കെ ആയിട്ടുണ്ട്, കൊഴിയാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഫോട്ടോ ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തു. അവരുടെ പപ്പച്ചിക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ നല്ല വിശപ്പായതുകൊണ്ട് തുടക്കത്തിലൊന്നും കാണിക്കാൻ പറ്റിയില്ല. വേഗം കഴിച്ച് കഴിഞ്ഞ് പാൽ ഒഴിച്ചാൽ നിങ്ങൾ കാണിക്കേണ്ടത്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, ചിലപ്പോഴൊക്കെ ഒരുപാട് മൃഗങ്ങളെ കാണാം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. ഓക്കെ, ബൈ ബൈ.